കാട്ടുപന്നികൾ മനുഷ്യജീവന് ഭീഷണിയായത് കടുത്ത ആശങ്കയായി കഴിഞ്ഞു. കൃഷിയിടത്തിൽ റബ്ബർ പാലെടുക്കാൻ പോയ വീട്ടമ്മയ്ക്ക് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റു. ചെറുപുഴ പഞ്ചായത്തിലെ മഞ്ഞക്കാട് ഐന്തിക്കൽ ലൈസമ്മയാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി ഗ്രാമവാസികൾ മലയോരത്ത് ജീവഭയത്തിലാണ്. മഞ്ഞക്കാട് കൃഷിയിടത്തിൽ റബ്ബർ പാലെടുക്കാൻ പോയ വീട്ടമ്മയെ കാട്ടുപന്നി കുത്തി പരിക്കേൽപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9:15 തോട്ടത്തിൽ റബ്ബർ പാലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഐന്തിക്കൽ ലൈസമ്മയ്ക്കാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റത്. കൈക്ക് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നടത്തി. ലൈസമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിലെത്തിച്ചാണ് ചികിത്സ നൽകിയത്. ലൈസമ്മയുടെ വലത് കൈക്ക് പൊട്ടലുണ്ട്. രാവിലെ 9:15 പാലെടുക്കാൻ പോകുമ്പോഴാണ് സംഭവം. പാലെടുത്ത് വരുമ്പോഴത്തേനാണ് പന്നി വന്ന് തട്ടുന്നത്. ബക്കറ്റിനിട്ടാ കൊണ്ട് ഞാൻ തെറിച്ചിപ്പുറത്തോട് വീഴുകയും ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ കാർ സെറ്റ് ഇവിടുന്ന് പിള്ളേർ വരികയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ വന്നു, ആശുപത്രിയിൽ പോയി. കൈയുടെ എല്ലിന് പൊട്ടലുണ്ട്, കൈക്ക് മൊത്തം നീര്, എനിക്ക് പനി, തലവേദന, തീരെ വയ്യ. കാട്ടുപന്നി ശല്യം കാരണം കൃഷിയിടത്തിലിറങ്ങാൻ കഴിയാതെ ദുരിതത്തിലാണ് മലയോരത്തെ കർഷകർ. രാത്രി കൃഷിയിടത്തിലിറങ്ങുന്നത് വന്യമൃഗങ്ങൾക്ക് നടുവിൽ ഇറങ്ങുന്നതിന് തുല്യമാണെന്ന് കർഷകനായ ഐന്തിക്കൽ ഷാജൻ പറഞ്ഞു. ഈ പ്രദേശത്തുള്ള മിക്കവാറും ആളുകളും ടാപ്പിംഗ് തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ രാത്രിക്കൊക്കെയാണ് ടാപ്പിങ്ങിന് പോകേണ്ടത്. രാത്രിയിലൊന്നും ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പകല് പോലും പറമ്പിൽ നമ്മൾ ടാപ്പിങ്ങിനോ അല്ലെങ്കിൽ പാല് കളക്ട് ചെയ്യാനൊക്കെ ചെയ്യുന്ന സമയത്ത് പന്നിയുടെ ശല്യമാണ്. എല്ലാ മൃഗങ്ങളും തന്നെ, നമുക്ക് എന്താ പറയുക, മയില്, മുള്ളൻ, കുറുക്ക, എല്ലാ കാട്ടുജീവികളും ഇവിടെ അത് യഥേഷ്ടം വിഹരിക്കുന്നു. പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാവണം, വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാട്ടുപന്നി, മുള്ളൻപന്നി, കുരങ്ങ്, മയിൽ, കുറുക്കൻ, മരപ്പട്ടി ഇവയുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൃഷിയിടങ്ങൾ. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റ ലൈസമ്മയെ പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സി ഷാജി, മിനി മാത്യു, ലൈസമ്മ പനക്കൽ, ചെറുപുഴ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലളിത ബാബു എന്നിവർ സന്ദർശിച്ചു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.